4 years ago, 3 people set out to make a movie that was destined to change the history of short film production. 3 years ago, they started shooting the movie but got stuck in post-production. 2 years ago, they finished the movie but couldn't release due to the pandemic. 1 year ago, they finally released the movie but failed to make any history. This is the story of those men who attempted to make that movie. Yo, listen up, here's the story about a little guy that lives in a blue world. And all day and all night and everything he sees is just blue. Like him, inside and outside. Blew his house with the blue little window. സ്ഥാപനം കൊള്ളയടിക്കാൻ പോകുന്ന 2 സുഹൃത്തുക്കളുടെ കഥയാണ് ഹസ്ര സിനിമ പറയുന്നത്. ഫിലിമിൽ നിന്ന് വ്യത്യസ്ത പുലർന്നു പറഞ്ഞാൽ ഇത് എന്താ പറയുക, ഒരു സിനിമ തന്നെയാണ്. डायरेक्शन, स्क्रीन प्ले, क्लाइमैक्स सब एकदम बहुत दमदार है. നമ്മൾ പിന്നെ എത്തിയിരിക്കുന്നു. യെസ്, ഞാൻ അർജുൻ, ഞാൻ അഖിൽ, ഞാൻ അജോയ്, ഞാൻ ഷാറുഖ്. ഞങ്ങളാണ് ഓപ്പറേഷൻ ഒളിപ്പോറിലെ ആക്ടേഴ്സ് അല്ലേ? എൻ്റെ പേര് സോണി മാത്യു എന്നാണ്. ഞാനാണ് ഓപ്പറേഷൻ ഒളിപ്പോറിൻ്റെ റൈറ്റർ, അസോസിയേറ്റ് ഡയറക്ടർ. ഞാൻ മനുവാണ്. ഞാൻ മനുവാണ്. ഞാൻ മനു, ഓപ്പറേഷൻ ഒളിപ്പോറിൻ്റെ എഡിറ്റർ. ഞാൻ മനു മോഹൻ, ഓപ്പറേഷൻ ഒളിപ്പോറിൻ്റെ എഡിറ്റർ ആൻഡ് സിനിമാറ്റോഗ്രാഫി, വിഷ്വൽ എഫക്ട്സ്. സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് ആണ് കേട്ടോ. അതെ, ഞാൻ വഴി കൂടെ പോയി. മെയിൻ സിനിമാറ്റോഗ്രാഫർ അറ്റത്തിരിപ്പുണ്ട് നമ്മുടെ. എൻ്റെ പേര് സിദ്ധാർത്ഥ്, സിനിമാറ്റോഗ്രാഫി ചെയ്ത ഞാനാണ്. ഹായ്, ഞാൻ അജിത് കുമാർ. എൻ്റെ പേര് അനന്തൻ എന്നാണ്. ഞങ്ങൾ ഇതിലെ വില്ലന്മാരാണ്. ഞാൻ ലീനസ്, ഞാനും ഇതിൽ വില്ലനാണ്. നമ്മൾ കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് റിയാക്ഷൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ചാനലാണ് എക്സ്ക്ലൂസീവ്. പിന്നെ വേറെ എടുക്കാനാണ്. അപ്പോൾ നിങ്ങൾ ഓപ്പറേഷൻ ഒളിപ്പോറിന്റെ കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്ലൂപ്പേഴ്സ് നിങ്ങൾ കാണാൻ പോകും. ഒന്ന് കണ്ടു. അതല്ല അറിയാ. ആക്ഷൻ. അവൻ തിരിച്ചു പോയിട്ടും ബാക്കിയുള്ളവർ അഭിനയിക്കുന്ന ആ മനസ്സ് നമ്മൾ ആക്ച്വലി അവിടുന്ന് വെളിയിലിറക്കുന്നത് ഉദ്ദേശിച്ചത് ആ ഡെസ്കിൽ നിന്ന് ആളെ ഹോസ്റ്റലിന്റെ വെളിയിലിറക്കി ഇരുന്നാണ്. വെളിയിറക്കുന്ന ആളെ വിളിച്ച് ഓഫീസ് സെറ്റിന്റെ വെളിയിൽ കൊണ്ടുപോയി. കാണുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. സിദ്ധാർത്ഥിന്റെ മേജർ സമയവും പോകുന്നത് വെച്ചാൽ ഞാൻ അബദ്ധവശാൽ പ്രേമിക്കാതായിരുന്നു. സിദ്ധാർത്ഥ ചൂടായി ഇത് വെച്ച് കളി പറയുമ്പോ വല്ലാത്ത പേഷ്യൻസ് വേണം. ഇത് ഓട്ടോയിലേ ഇങ്ങനെയൊന്നും അല്ലടാ. അങ്ങനല്ല നീ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കാം.
എന്തോടെ ഇവന്മാർ നമ്മളെക്കാളും സ്പീഡിൽ പോകുന്നതാടേ. ഇതൊരു ഏതോ ഒരു 8 ലൈറ്റ് കംപ്ലീറ്റ്ലി പോയി ഷോട്ട് പെട്ടെന്ന് എടുക്കണം. ആ ധൃതിയില്ല ആക്ഷനൊക്കെ എടുത്ത് അഭിനയിക്കാൻ മറന്നുപോയാ. പോലീസ് ഇപ്പൊ പോണ്ടേ? പോലീസ് അയ്യോ റോളിംഗ് ആക്ഷൻ പറയും. ഓക്കെ റോളിംഗ് ആക്ഷൻ പറഞ്ഞില്ല. ആക്ഷൻ വണ്ടേ കൂടെ ചാട് അവന് വണ്ടേ കൂടെ ചാട്. തിരിക്കല്ലേ ഇത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള സ്ഥലത്താണ് ചാടിയത്. നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു ചാടി. നിങ്ങൾ ചാടി വീണ സ്ഥലം അവിടെ പണ്ട് ഒരു മൂത്രപ്പുര ഉണ്ടായിരുന്നു, പൊളിച്ചതാണ് അറിയാം. അവിടെ അപ്പ പറഞ്ഞിട്ട് ചാടൂലായിരുന്നു. നിങ്ങൾ വേണമെങ്കിൽ അറിഞ്ഞിട്ട് ചാടിയതാണെന്ന് ഒരു ആക്ടറിന്റെ കമ്മിറ്റ്മെന്റ്. നമ്മൾ ഈ ചാടിയ സ്ഥലം പണ്ടൊരു മൂത്രപ്പുഴയായിരുന്നു. അമ്പലപ്പുഴ മൂത്രപ്പുഴ പൊളിച്ച സ്ഥലമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനല്ലടാ, താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ. ഞാൻ പറയാതെ ഫ്രണ്ടിലോട്ട് വരല്ലേ. സോണി പറ്റി പറയുകയാണെങ്കിൽ സോണി മാത്യു നമ്മുടെ സിനിമയിൽ ഏറ്റവും കൂടുതൽ പത്രമുള്ളൂ, ദശാവതാരത്തിലുള്ളൂ. കമലഹാസൻ ചെയ്തില്ലേ 10 വേഷമാണ് ചെയ്തേക്കുന്നത് സിനിമയിൽ. ഒന്ന് അതെ, പിന്നെ അല്ലാതെ സെക്യൂരിറ്റി പിന്നെ ഇനി വേറെ ഉണ്ട് കൈ. അതിന്റെ പെരലുകൾ പോലും അഭിനയിക്കുമായിരുന്നു. സത്യം. ആ പേരിലേക്ക് ഈ ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഈ ബാങ്ക് റോബർ സീൻ നമ്മൾ ഷൂട്ട് ചെയ്യാനിരുന്നപ്പോഴത്തേക്കും ഇനിഷ്യലി ഷൂട്ട് ചെയ്തത് ശരിക്കും ഒരു പ്രോപ്പർ ബാങ്ക് എന്നുള്ള ഒരു സെറ്റപ്പിൽ തന്നെയായിരുന്നു. പിന്നെയാണ് അതൊരു ഫിനാൻസ് സ്ഥാപനമാക്കി നമ്മൾ മാറ്റിയത്. സെക്യൂരിറ്റി ഗാർഡിന്റെ പോസ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്, അത് കൊടുത്ത് സെക്യൂരിറ്റി അപ്പോഴാണ് അക്ഷരം ഇവിടെ സെക്യൂരിറ്റി ഗാർഡ് ആരായിരുന്നു, അത് മനുവിന്റെ ആരായിരുന്നു, അത് ക്യാൻസലായി എന്ന് പറഞ്ഞ് പിന്നെ അവിടെ വെച്ച് എന്റെ സൈസ് ഒരു കോസ്റ്റ്യൂം എടുത്തു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ തന്നെ സെക്യൂരിറ്റി ഗാർഡായിട്ട് കയറി. അതിങ്ങനെയാണ് ഒരു ലൈക്ക് ഞാൻ അവരുടെ പറഞ്ഞ പോലും ഇല്ല, അതൊരു മൊമെന്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഞാൻ ഇങ്ങനെ തോളിലിങ്ങനെ കൈവച്ചത് സോണിയാണ് ലൈക്ക് പുല്ല് ഞാൻ അഭിനയിച്ചാണോ ഒറിജിനലായിട്ടാണ്. ഓക്കെ ബോംബ് പറയുന്ന പോലെ ഉണ്ട്. ഞാൻ ഓപ്പറേഷൻ ഒളിപ്പോരിലേക്ക് ഞാൻ വരുന്നത് ഒരു ഓഡിഷൻ കോൾ എനിക്കൊരു ഫ്രണ്ട് അയച്ചു തന്നു. അല്ലാതെ എനിക്ക് ഇവരായിട്ട് ഒരു കോൺടാക്ട് ഒന്നുമില്ല. ഓപ്പറേഷൻ ഒളിപ്പോര് സോഡാബോട്ടിൽ ടീമായിട്ട് എനിക്ക് യാതൊരു കോൺടാക്റ്റും ഇല്ല. പക്ഷേ ബാക്കിയുള്ള മിക്ക ആൾക്കാരും എവിടെ ഫ്രണ്ട്സൊക്കെയാണ്. അപ്പം ഞാൻ അല്ലാതെ പുറത്തുനിന്ന് വന്നൊരു ആളാണ്. ഞാൻ മാത്രം സ്ട്രഗിൾ ചെയ്ത് വന്നത്. സത്യം, ഞാൻ മാത്രം സ്ട്രഗിൾ ചെയ്ത് വന്നത്. എന്നെ ഈ സിനിമയിലോട്ട് വിളിക്കുന്നത് അജോയാണ്. ഞാനും ഈ സിനിമ വന്ന ആക്ച്വലി കാസ്റ്റിംഗ് കോൾ വഴിയാണ്. എനിക്ക് ഇതിലെ സോഡബോട്ടിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ മെയിനായിട്ടുള്ള അക്ഷയനെയും സോണിയെയും മനുവിനെയും എല്ലാം അറിയാം നേരത്തെ. എങ്കിൽ പോലും ഒരു പക്ക പ്ലാൻഡ് ഒരു പ്രോസസ്സിൽ കൂടെ തന്നെയാണ് എന്നെ സെലക്ഷൻ ചെയ്തത്. അതെ അതെ, ഇവര് മാത്രമല്ല സ്ട്രഗിൾ ചെയ്തത്. നമ്മൾ ഈ കാശ് എടുക്കാം. എനിക്കിതിന്റെ കാസ്റ്റിംഗ് കോൾ അയച്ചു തന്നത് എൻ്റെ ഒരു ഫ്രണ്ട് മനു ആണ്. നമ്മുടെ പടത്തിന്റെ ഒരു കുറച്ച് ഭാഗം സിനിമാറ്റോഗ്രാഫി ചെയ്തതും പിന്നെ നമ്മുടെ പടം ഫുൾ എഡിറ്റ് ചെയ്ത മനുമോഹൻ പി ആണ്. നമ്മൾ ഒരുമിച്ച് ഒരു ഷോർട്ട് ഫിലിം ഞാനും അക്ഷയ് ഒരേ കോളേജിലാണ് പഠിച്ചത്. പക്ഷെ നമ്മൾ കോളേജ് വെച്ച് കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തല്ലേ എല്ലാവരും മനസ്സിലാക്കണം. എല്ലാവരും മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം
പിന്നെ ഇന്നാര് നായകൻ ഇന്നാര് വില്ലൻ അങ്ങനെ ഒരു സംഭവമില്ല. രണ്ടുപേര് ഇപ്പോ ആ ഒരു പോയിന്റിൽ അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഓക്കെ അവര് വീണ്ടും ഭേദമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മളിവിടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഓൾമോസ്റ്റ് 2 weeks അവിടെ ചെറിയ ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ആ ട്രെയിനിങ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഷൂട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയത്. അക്ഷയ് ഇങ്ങനെ ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തതാണ്, ഇങ്ങനെ നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു റോബറി സംഭവം അന്നത്തെ ഒരു ഇതിൽ തൊണ്ടി മുതലും ദൃക്സാക്ഷി ആ ഒരു സിമ്പിളായിട്ട് പോകുന്നൊരു സംഭവം എന്നാണ് ആദ്യം വിചാരിച്ചത്. ഇത്ര വലിയ ക്യാൻവാസ് ആണെന്നൊന്നും ആദ്യം അറിഞ്ഞൂടായിരുന്നു മണ്ടേന്ന് കേട്ടപ്പോൾ. അപ്പോൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു പെട്ടെന്നൊന്നും ഷൂട്ട് തീരൂല, സമയം എടുക്കും. ഞാനും അക്ഷയും ഒരു ദിവസമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് സ്റ്റെയർ കേസിൻ്റെ അവിടെ കാണാമെന്ന് പറഞ്ഞ് അക്ഷയെ വിളിപ്പിച്ച് ചെന്നു. ഒരു 2 മണിക്കൂർ അക്ഷയെ നിർത്തി കഥ പറഞ്ഞു. ആ സ്റ്റെയർ കേസിൻ്റെ അവിടെ 2 മണിക്കൂർ കഥ പറഞ്ഞു. ഇരുത്തിയില്ല, എനിക്ക് സമ്മതിച്ചില്ല. നീ 2 മണിക്കൂർ വെച്ചാൽ പറഞ്ഞത്. തിരിച്ചോട് വണ്ടിയിലോട്ടോട്. അയ്യോ തോക്കില്ല. ഇല്ല, ഞാൻ തോക്കില്ല. നീ പറഞ്ഞു എന്റെ കഥ വലിയ കഥയാണ്. ഈ ഡയറക്ടർ അക്ഷയ് എന്റെ ക്ലയന്റ് ആയിരുന്നു. ഞാൻ ജിമ്മിൽ ഞാനൊരു ജിം ഇൻസ്ട്രക്ടറാണ്. നമ്മൾ പരിചയപ്പെടുന്നത് ഇതുപോലെ വന്ന് പറഞ്ഞു ചേട്ടാ ഇതുപോലെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, ചെറിയൊരു വേഷമുണ്ട്, ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. വലിയ സന്തോഷമായി. ഞാൻ അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്ത് അതിലോട്ട് വരികയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് വന്നത്. പക്ഷേ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതാണ് ക്യാരക്ടറിന്റെ സ്വഭാവം, ഇതാണ് ഒരു ട്രാക്കാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം അതാണ് അക്ഷയ് ആദ്യം പറഞ്ഞത്, ജീവിക്കാനുള്ള റോളാണ്. നമ്മുടെ മനസ്സിൽ വരുന്നത് ജോക്കർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. പിന്നെ നമുക്കൊരിക്കലും അത് ചെയ്യാൻ പറ്റൂല. പക്ഷെ അഗെയിൻ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റരുത് ആളുടെ നെക്സ്റ്റ് മൂവ് എന്നൊക്കെ പറഞ്ഞ് അക്ഷയും സോണിയും തന്നെയാണ് ഒരു ഐഡിയ തന്നത്. ഇടിയുടെ സൗണ്ട് വീശാനേ പറഞ്ഞുള്ളൂ. വീശപ്പോ ശരിക്കും കൊണ്ടത്. പിന്നെ അത് ആ ഒരു ഫ്ലോയിൽ പിന്നെ 3-4 ഇടി ഇന്നും കൊണ്ടങ്ങനെ. അപ്പൊ പോവാൻ നേരത്തെ ഞാനിങ്ങനെ എല്ലായിടത്തും ബായ് പറഞ്ഞ് ശരി അടുത്ത വർക്കിനെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ക്ഷമൊന്നുമില്ലല്ലോ. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ആക്ഷൻ പറഞ്ഞു അവൻ എന്താ മാനിയക്കലി ഇരിക്കുന്നു. ഇതാണ് സീൻ. അപ്പൊ സാറ് വിചാരിച്ച് സെറ്റിലെന്തോ വലിയ തമാശ നടന്ന് ചിരിക്കുകയാണെന്ന് വിചാരിച്ചോണ്ട് എടുത്ത് എറിയുന്നുണ്ടോ? ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആയിരുന്നല്ലേ. അജോയ് ചെയ്ത ക്യാരക്ടറാണ് ഈ ഡ്രൈവർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ. പുള്ളിക്കാരൻ എന്താണ് ഒരു വില്ലനായിട്ട് തുടങ്ങി ദെൻ ബിക്കംസ് എ ഹീറോ. ആ ഒരു സ്റ്റൈലിഷ് ചേസിന്റെ ഇടയിൽ ഹീറോ ആയി, പിന്നെ സ്റ്റൈലിഷ് രണ്ടൊക്കെ ചെയ്തിട്ട് അവസാനം ഇങ്ങനെയാണ്.
ഏറ്റവും നല്ല ആക്ടിങ് അല്ലേ, ആക്ടിങ് ഏറ്റവും നല്ല വേറെ ആരെ വെച്ചാലും ഈ ചിരി കിട്ടില്ല. ക്യാരക്ടർ ആർക്ക് വന്നു എന്ന് പറഞ്ഞാൽ പുള്ളി അവസാനം 0 to 0 എന്നുള്ള ഒരു രീതിയിലാണ്. പക്ഷെ ജനഹൃദയങ്ങളിൽ ഇപ്പോഴും ചൂടന്റെ ആസനമുണ്ട്. അതിൽ കൂടുതൽ നമുക്ക് മനസ്സിലായത് എൻ്റെ ഒരു പ്രയാസം മനസ്സിലായത് സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴാണ്. കാരണം ക്യാരക്ടേഴ്സിനൊന്നും പേരില്ല. അപ്പോൾ ഇത് കാണുന്നവന് ഇത് മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ ഇവർ ഉദ്ദേശിച്ച സാധനം അത് ഓഡിയൻസിന് മനസ്സിലാവണം. ഇവരുടെ ക്യാരക്ടർ ആർക്ക് ഇതാണ്, ഇവരുടെ ഒരു സ്വഭാവം ഇതാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഒരു ഐഡന്റിറ്റി വേണം. മാർക്കറ്റിൽ പോകണം. ചെറുതായിട്ടും ചവിട്ടിക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ചെറുതായിട്ട് ഓക്കെ. ഇവൻ വന്ന് ചവിട്ടി തേച്ച് എന്നെ കൊണ്ട് ആക്ച്വലി എന്ത് റിയാക്ഷൻ വേണോ അത് വരുത്തിച്ച്. സിദ്ധാർത്ഥ ജീവൻ പോയ നിമിഷം. It was at this moment that he knew he fucked up. ഇത് നാച്ചുറൽ ആയതാണ്. ലെൻസിൽ തന്നെ കൊണ്ട് സൂക്ഷിക്കണം, കൂടിയ ലെൻസാണ്, ലെൻസിൽ തട്ടാതെ നോക്കിക്കോണം പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാ. ഫസ്റ്റ് ചവിട്ട് കറക്റ്റ് ലെൻസിലായിരുന്നു. പക്ഷേ ലെൻസിനൊന്നും പറ്റില്ല, അത്ഭുതകരമായി ലെൻസ് രക്ഷപ്പെട്ടു. ആ കറക്റ്റ് ആ ഷോട്ടിന് സിനിമയിൽ യൂസ് ചെയ്തത്. സിനിമ കണ്ടു കഴിഞ്ഞാൽ പലരും പറഞ്ഞൊരു ക്യാച്ച് ഫ്രേസ് ആണ് ഈ കമിക്കാസെ എന്ന് പറഞ്ഞത്. ജാപ്പനീസ് സൂയിസൈഡ് ബോംബേഴ്സ് പറയുന്ന ഒരു വാക്കാണ് കമിക്കാസെ എന്ന് പറയുന്നത്. അതായത് ആൾക്കാരെ മീനിങ് ചോദിച്ച മെസ്സേജ് നീ റിപ്ലൈ ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ പറഞ്ഞു. ഇത് ആക്ച്വലി നമ്മുടെ എല്ലാവരും ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്ത സീനാണ് ഈ ചേസ് സീക്വൻസ് എന്ന് പറയുന്നത്. വണ്ടികൾ ഇങ്ങനെ ചേസ് ചെയ്യുന്ന സീക്വൻസ് ആണ് ഞങ്ങൾ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തത്. സിനിമയിൽ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സീക്വൻസ് ആയിരുന്നു. കാർ സീസ് നമ്മൾ ഷൂട്ട് ചെയ്ത് റിഗൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അത് കാണുമ്പോൾ നമ്മൾ ഹൈ ലെവൽ ടെക്നോളജി വെച്ച് യൂസ് ചെയ്ത് റെയിലൊക്കെ ഇട്ട് ചെയ്തത് പോലെയൊക്കെ തോന്നും. പക്ഷേ എന്തായാലും ട്രാക്കാ. ഇങ്ങനെ മൂവിങ് ഷോട്ട്സ് എടുക്കണമെങ്കിൽ യൂഷ്വലി ചെയ്യാറ് ട്രാക്ക് ആൻഡ് റോളിൽ ക്യാമറ വെക്കുന്നു, മൂവ് ചെയ്യുന്നു, അപ്പോൾ ഓരോടുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ ഇങ്ങനെയുള്ള സംഭവം ഒന്നും ഇല്ലാത്തത്. ആ സത്യത്തിൽ ചെയ്തത് സ്കൂട്ടർ, ഒരു ആക്റ്റീവയോ ഏതൊരു സ്കൂട്ടറിൽ നിങ്ങളുടെ ആക്റ്റീവയില് ഡയറക്ടർ വണ്ടി ഓടിച്ചു, ക്യാമറമാൻ ബാക്കിലിരുന്നു, വണ്ടി ഓടിച്ചു, ആ മൂവിങ്ങിലാണ് ആ ഷോട്ട് എടുത്തത്. ഈ ഷോട്ടില് എന്റെ ആക്റ്റീവയ്ക്ക് എഞ്ചിൻ കംപ്ലൈന്റ് ആയി 10,000 രൂപയായി. അപ്പൊ അതിനകത്ത് നമ്മൾ കുറെ സെറ്റ് പീസസ് ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു സീക്വൻസ് ആണ്. അപ്പൊ അതിനായിട്ട് സെറ്റ് പീസ് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ. ഓക്കെ ശരി, ബിഗ് സീൻ അങ്ങനെ സെറ്റ് വെച്ച പീസുകളല്ല. പിന്നെ ഞങ്ങൾ തന്നെ ഒരു ഇപ്പം അക്ഷയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു 7-8 വണ്ടികൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ട് തന്നെ എന്താണ് ഓടിപ്പിച്ചു ക്രിയേറ്റ് ചെയ്യുക. മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ അതനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ റോഡല്ലേ, നമ്മുടെ കൺട്രോളെല്ലാം നിൽക്കില്ല. അപ്പൊ ഒരു ട്രാക്കിൽ കൂടെ വണ്ടികൾ പോകുമ്പോൾ നമ്മൾ മറ്റേ ട്രാക്കിൽ അക്ഷയും സിദ്ധാർത്ഥ് അക്ഷയ് ഡ്രൈവ് ചെയ്യുന്നു. അതിസാഹസികമായി അതെ, സത്യത്തിൽ ആ ചേസിംഗ് ഒക്കെ ഇത്ര മനോഹരമാവാൻ കാരണം സിദ്ധാർത്ഥിന്റെ ഒരു സ്കൂട്ടറിൽ പുറകിൽ നിന്ന് പോയതൊക്കെ മനോഹരമല്ല. ഒരു എക്യുപ്മെന്റും ഇല്ലെങ്കിൽ പോലും ഇത്രയും വൃത്തിയായിട്ട് കിട്ടിയത്
സിദ്ധാർത്ഥനെ കൊണ്ടുവരുന്നത്. അത് മെയിനായിട്ട് എൻ്റെ കൊണ്ടല്ല, എഡിറ്റിങ്ങിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. മനു അവസാനം പറയുന്നത് ലോങ് ആണ്. അപ്പൊ നമ്മൾ പറയാം അല്ല എന്നിട്ട് പിന്നെ മനു ഇരുന്ന് ഷോർട്ടാക്കി ആൾക്കാരെ ബോർ അടിപ്പിക്കാത്ത രീതിയിൽ ഒരു ഫാസ്റ്റ് കട്ടായിട്ടൊരു ചെയ്സ് നമുക്ക് ഒരുപാട് പേര് ഇപ്പം സിനിമ കണ്ടിട്ട് ആൾക്കാർക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സീക്വൻസും പിന്നെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ട് തോന്നിയൊരു സംഭവം ഈ ഒരു ചേസാണ്. പിന്നെ മനു പറഞ്ഞ പോലെ എഡിറ്റ് ചെയ്യാൻ ഒരുപാട് സമയമെടുത്തത് എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ടേ ഞാൻ അടവൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈവൻ ആക്ഷൻ ആണെങ്കിലും ഒരു മൈൻഡ്ലെസ് ആക്ഷൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഓരോ ആക്ഷൻ ബിറ്റും അതിൻ്റെതായ സ്റ്റോറിയുണ്ട്. ചേസ് ആണെങ്കിലും ചേസ് ഇറ്റ്സെൽഫ് ആസ് എ സ്റ്റോറി. വെറുതെ ചുമ്മാ കാറ് പോകുന്നത് കാണിക്കാതെ അതിൻ്റെ ക്ലൈമാക്സ് എത്ര വൃത്തിയായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ആവുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതിലാണ് എന്താണ് സ്വിച്ച് എടുത്തത്. സേഫ്റ്റി ഫസ്റ്റ്. പോലീസ് ബാങ്ക് റോബറി യൂണിഫോമിൽ ഇരിക്കുകയാണ്, മുഖം മൂടിയൊക്കെ വെച്ച് അങ്ങനെ ചേച്ചിക്കൊണ്ട് വന്നപ്പോ വഴിയിൽ എറിയ പോലീസ് ചെക്കിങ്. ആ ഒരു സീനാണ് നമ്മൾ സിനിമയിലുള്ള ഒറിജിനൽ പോലീസ്. ഇത് ഒറിജിനൽ കോളം പോലീസാണ് പോയത്. മറ്റേ വണ്ടി അതാണ് ചെയ്യാൻ പോണത്. ഷാറുഖ് ഓക്കെ ഒറിജിനൽ മേടിച്ചതാണ്. ഇനി അങ്ങനെ ആക്കിയല്ലേ വിളിക്കണം. സത്യത്തിൽ എന്തായിരുന്നു ആദ്യം ഇതുപോലെ തൈരിന് വരെ ഓട്സ് എന്തുവായിരുന്നു. അവസരത്തിൽ കളഞ്ഞിട്ടാണ് തൈര് കൊണ്ടുപോകുന്നത്. പോലീസിന്റെ ഷൂട്ട് ചെയ്തത് ഒരാഴ്ച മുമ്പ്, പോലീസ് നോക്കുന്ന കള്ളന്മാരെ ഷൂട്ട് ചെയ്തത് ഒരാഴ്ചക്ക് ശേഷം. അത് വേറെ ലൊക്കേഷൻ, വേറെ റോഡ്. ഇത് നമ്മൾ കോവളം അതിന്റെയൊക്കെ കുറവുകൾ കാണാനുണ്ട്. അജയനെ നോക്കി ഒന്ന് ചിരിക്കുന്ന രീതിയിൽ രക്ഷപ്പെട്ടെന്നുള്ള രീതിയിൽ ചിരിക്കും. നമ്മൾ ഈ കഥ കൺസീവ് ചെയ്തപ്പോൾ തന്നെ നമുക്കുണ്ടായിരുന്ന കൺസേൺ ആണ് ഈ ഇത്രയും ആക്ഷൻ എങ്ങനെ കൺവിൻസിങ് ആക്കും. ഇത്രയും ഷൂട്ട് ഔട്ട് ഉണ്ട്. ഈ ഫസ്റ്റ് ബിറ്റ് തന്നെ നമ്മളൊരു ഇങ്ങനെ പാർക്കിംഗ് ലോട്ടിലൊരു ഷൂട്ട് ഔട്ട് വേണമെന്ന് കരുതി പ്ലാൻ ചെയ്തതാണ്. അപ്പോഴത്തേക്കും ഒരു മെയിൻ ചലഞ്ച് എങ്ങനെ ഇത് കൺവിൻസ് ആക്കും എന്നുള്ളൊരു ഇതാണ്. നമ്മൾ അതിനെ കുറച്ച് റിസർച്ച് ചെയ്തു എങ്ങനെയാണ് റിയൽ സിനിമയിൽ ഇത് ചെയ്യുന്നത്. അപ്പം അവർ ആക്ച്വലി ചെയ്യുന്നത് ഈ സിനിമയിൽ ബ്ലാങ്ക് ഗൺസ് ഫയർ ചെയ്യും. അതായത് ശരിക്കും തോക്കല്ല, പക്ഷേ തീ വരും. എനിക്കിങ്ങനെ ഒരു ഐഡിയ ഉണ്ടായി. ഞാൻ സോണിയോട് പറഞ്ഞു, കാരണം ഇത് പടക്കം വെച്ചിട്ടാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും, സാധാരണ പടക്കം. അപ്പോൾ ചോദിച്ചു പടക്കമോ അതെങ്ങനെ? അപ്പോൾ അവർ ഇങ്ങനെ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പടക്കം വെച്ചിട്ട് പടക്കം പൊട്ടുന്നത് ഫ്രെയിമിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ VFXൻ്റെ കൂടെ മിക്സ് ചെയ്ത് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് ഇറ്റ് ലുക്ക് കൺവിൻസിങ്. അതെങ്ങനെ ചെയ്യും എന്ന് ഞാൻ സോണി ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. ഞാൻ പറഞ്ഞു നീ പോയത് പഠിച്ചിട്ടോ, എനിക്ക് ഈ സാധനം വേണം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ മറ്റത് 60,000 രൂപ ചിലവ് വരും. 12 പൊട്ടിക്കാൻ. അതെ, ഇതൊരു 600 രൂപയ്ക്ക് നമുക്കൊരു തൃശ്ശൂർ പൂരം നടക്കാനുള്ള സാധനമുണ്ട്. ആകെ കുറച്ച് വയറും കുറച്ച് ഡയോഡും മതി. അപ്പോൾ
ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു വയർ കൊടുക്കുന്നു, വയർ പടക്കത്തിൽ കൊടുക്കുന്നു, ആ വയറിന്റെ ഹീറ്റ് വെച്ച് സ്വിച്ച് ഓൺ ആകുമ്പോൾ പൊട്ടുന്നു. തൃശ്ശൂർ പൂരം. ഒന്നും പറ്റില്ല. നിന്നാ മതി, പൊട്ടുമണി അതോട്ട് കയറിയാ മതി. അത്രേ ഉള്ളൂ. പൊട്ടും പറയാം. എനിക്ക് അത് സംഭവം നമ്മൾ ഈ കറമ്പിൽ കൊടുത്തിട്ട് പടക്കം പൊട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. നമ്മളിങ്ങനെ ഹൈറ്റ് ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക, ഒരു മഴ പെയ്തു, എല്ലാം നമ്മുടെ ഡയോഡൊക്കെ വെള്ളത്തിൽ പോയി, പൊട്ടുന്നില്ല. പക്ഷേ ഈ സീൻ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സീനാണ്. അപ്പോൾ അത് ഷൂട്ട് ചെയ്തേ പറ്റും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആരുടെയോ സജഷനായിരുന്നു പടക്കം പൊട്ടിച്ച് കത്തിച്ച് എറിഞ്ഞാൽ മതി എന്നുള്ളത്. എനിക്ക് പടക്കം പണ്ടേ പേടിയാണ്, പക്ഷേ അറിയത്തില്ല. അതെ, മനുവിനും പേടിയാണ്. ഇത് ബിഹൈൻഡ് സീൻസ് കണ്ടാൽ അറിയാം. ഓരോ പടക്കം പൊട്ടുമ്പോഴും മനു ഞെട്ടും. അത് ഇന്റൻഷണൽ ക്യാമറ ചേക്കല്ല, മനു ഞെട്ടുന്നതാണ്. അപ്പൊ പിന്നെ അക്ഷയ് പറഞ്ഞ ചേട്ടാ പടക്കം കത്തിച്ചെറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ ചെറപ്പറ കത്തിച്ചെറിയ ഫുള്ള് നമ്മൾ ദീപാവലി ആഘോഷിച്ചു. ദീപാവലി തന്നെ. ഇവർക്ക് ഫണ്ണായിരുന്നു. എനിക്ക് ജീവിതത്തിന്റെ ഇവന്റെ 4 സൈഡുമാണ് നമ്മൾ എറിഞ്ഞോണ്ടിരുന്നത്. ജീവന് വേണ്ടി ഓടി ഇങ്ങേർക്ക് എന്താ പ്രാന്താന്ന് ചോദിച്ചോണ്ടോ ഓടി. പടക്കം ലീനസേന്റെ വീക്ക്നെസ് ആണ്. വെള്ളത്തിട്ട് ഇത്ര അടുത്ത് വെച്ചാ നീ ഫുഡ് കഴിക്കുന്നത് എവിടെയോ വീട്. വെടിവെച്ചോ, വെക്കല്ലേ പിന്നൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ VFXന് വേണ്ടി ആക്ടേഴ്സിനോട് ആക്ട് ചെയ്യാൻ പറയുക എന്നുള്ളതാണ്. അതായത് ഷൂട്ട് ചെയ്യുന്ന കണക്ക് ജസ്റ്റ് ആക്ഷൻ കാണിച്ച് അതിൻ്റെ റിയാക്ഷൻസ് മീൻസ് ഇൻക്ലൂഡിങ് റീകോയിൽ ആൻഡ് ബുള്ളറ്റ് വരുന്നതെല്ലാം ഞങ്ങൾ ആക്ഷനായിട്ട് തന്നെ ചെയ്തതാണ്. ഫുൾ VFXലാണ് ബാക്കിയെല്ലാം ഫയർ ചെയ്യുന്നതും ബുള്ളറ്റ് കൊള്ളുന്നതും എല്ലാം ചെയ്തിരിക്കുന്നത്. അവരതിനനുസരിച്ച് റിയാക്ട് ചെയ്തു. അത് പിന്നീട് നമുക്കത് VFX ചെയ്തപ്പോൾ അത് സീംലെസ് ആയിട്ട് പോയി, ബിക്കോസ് ഓഫ് ദ വേ ആക്ടർ. ബാക്കി സ്ഥലത്തെല്ലാം നമ്മളിങ്ങനെ പ്രാക്ടിക്കൽ എഫക്ട്സിലാണ് ചെയ്തത്. ഇവിടെ മാത്രം ഇൻഡോർ മാത്രം നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായില്ല. പിന്നെ ക്രിസ്റ്റഫറിനോട് ഒരുപാട് സിനിമ VFX ചെയ്യാതൊക്കെ വിടാറുണ്ട്. നമ്മളതുപോലെയൊക്കെ അല്ലേ, അത് വേണോ ആർടെക്കിൻ്റെ ഒരു ബിൽഡിങ്ങിൽ ഇതേപോലെ 3 ദിവസം എടുത്തിട്ടാണ് അത് ആക്ഷൻ മൊത്തം ഷൂട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 1 മാസം മുന്നേ തന്നെ നമ്മൾ ഈ ആക്ഷൻ്റെ ഇത് റിഹേഴ്സൽ തുടങ്ങി. ബെഡൊക്കെ ഇട്ടിട്ട് അക്ഷയുടെ വീടിൻ്റെ ടെറസിൽ തന്നെ അത് പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ അത് ജ്യോതിഷം അക്ഷയ ആയാലും സോണി ആയാലും എങ്ങനെ വേണമെന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി ആവുന്നുണ്ടായിരുന്നു. എളുപ്പം അങ്ങനെ ചുമ്മാ മറ്റേ ഇടി പരിപാടി അല്ലാത്തതുകൊണ്ട് ഒരുപാട് റീടേക്സ് പോയി. നീ ജോൺ വിക്ക് കണ്ടില്ലേ, ജോൺ വിക്കിലെ ആ സംഭവം വേണം നമുക്ക് കിട്ടാൻ. അതേ കണക്കാണ് എനിക്ക് കുറെ റെഫറൻസ് ഒക്കെ തന്നത്. മോഡൽ ഡിവൈൻറ്റ് അങ്ങനെ കുറെ ഇതിൽ, അതായത് നമുക്ക് തന്നെ കൊറിയോഗ്രാഫി ഡിസൈൻ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ആ പോയിന്റ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള സ്റ്റണ്ട് കൊറിയോഗ്രാഫി എടുത്തിട്ട് നമ്മുടെ രീതിയിൽ ചെയ്യായിരുന്നു. പറഞ്ഞ ഒരുപാട് സമയം എടുത്തിട്ട് ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ അത് വർക്കായിരുന്നു. ബാക്കിയുള്ള ഈ ഷോർട്ട് ഫിലിം കണ്ട പലരും പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കൽ ഒരു ഷോർട്ട് ഫിലിമിന് യൂസ് ചെയ്ത ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി അല്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
വെടിയൊക്കെ ഉണ്ട്. ആക്ഷൻ. അവിടെ ബാഗും ഡെഡ് ബോഡി ഓടി പോണു കയറി പോടാ. ഈ സീൻ ആക്ച്വലി ചെയ്തപ്പോ മനുവിന്റെ കാലിൽ ഇത് ആക്ച്വലി അലക്സൺ ഇങ്ങനെ തൂക്കി കിടന്നൊരു സീനായിരുന്നു. അപ്പൊ അവിടെ ഒരു സ്കാഫോൾഡിംഗ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ചെന്ന് ഇടിക്കാനായിട്ട് പോയി അലക്സ്. പെട്ടെന്ന് മനു കണ്ട സമയത്ത് അത് കയറി അത് ഇടപെട്ടതുകൊണ്ട് വലിയ അപകടങ്ങളൊന്നും പറ്റിയില്ല. അത് ഫ്രെയിമല്ലായിരുന്നു. നീ ഞാൻ ഫ്രെയിമില്ലെന്ന് അവന്റെ മെത്തേലല്ലാണ്ട് വീണു. കുണ്ടിക്ക് നല്ല ചുഖോ. അല്ല അത് ആക്ച്വലി സമോസോട്ട് കഴിഞ്ഞിട്ട് ചാടി എന്നിട്ട് വെടിവെക്കുന്ന ഒരു ഷോട്ടായിരുന്നു. അപ്പോൾ അത് ഇത് നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് എന്താ ഗുണ്ടകളെല്ലാരും പറയുന്നത് നമ്മളായിരുന്നുകൊണ്ട് നമ്മൾ തന്നെ മാസ്ക് ഇട്ട് കയറി. പക്ഷെ റിലീസ് ചെയ്ത സമയത്ത് കൊറോണ വന്നതുകൊണ്ട് മാസ്കുകൾ മെയിൻ സ്ട്രീം ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പോയി ഇവിടെ വെച്ചോട്ട് ആറവിടെ നിൽക്കുന്നത് ബംഗാളി ഇത് കാലം ചെക്ക് ചെയ്യുന്നു. അയ്യോ കണ്ണും നാക്കും തള്ളിക്കുന്നു. ഓക്കെ കണ്ണും നാക്കും തള്ളിക്കോളാം. ഇതെന്തോ ഷോട്ടാ. 1 2 3 അഞ്ചാറിനെ കൂടെ പിടിച്ചോ. സൂപ്പർ സ്റ്റാർ സോഡാബോട്ടിൽ ടീമിന്റെ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിച്ച ഉണ്ട് സൂപ്പർ ആയിട്ട്. അതല്ല ഇങ്ങനെ എവിടെ എന്റെ വായിക്കാൻ സ്ലോ മോഷനല്ല ബുള്ളറ്റ്. അതാണല്ലോ ഒരു കാര്യം. പക്ഷെ നമ്മള് എടുത്ത ഷോട്ടുകളില് നമുക്ക് വർക്ക് ആവൂല എന്ന് തോന്നിയ സാധനത്തിൽ നമ്മൾ ബിറ്റ്സ് കട്ട് ചെയ്ത് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി എടുത്ത് നമ്മളത് ഹെൽപ്പ് ചെയ്തു. അതെ, എഡിറ്ററിന്റെ കരവിൽ അല്ല എഡിറ്ററിന്റെ ഗതികേടെന്നും പറയും.
നമുക്ക് അത്രയധികം വേസ്റ്റ് ഷോട്ടുകൾ വേസ്റ്റ് ഷോട്ട് അവൻ തന്നെ എടുത്ത കുറെ ഷോട്ടുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പാളിപ്പോയ ഷോട്ടുകൾ ഒരുപാട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ വർക്ക് അറൗണ്ട് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഇവരൊരു 30 മിനിറ്റാണ് ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അവർ ഉറപ്പിച്ചാൽ 30 മിനിറ്റ് നിൽക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അത് ഷൂട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അത് 1 മണിക്കൂറിനപ്പുറം പോയി. പക്ഷേ എന്താണ് അവർക്ക് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായ ധാരണ എല്ലാം ഉണ്ടായിരുന്നു. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. ആക്ച്വലി അക്ഷയ് വിളിച്ചിട്ട് ഈ റോള് പറയുമ്പോൾ അക്ഷയ് മാഫിയ ഗെയ്യാണ്, പ്രായമുള്ളൊരു ആളാണെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും എങ്ങനെയാണ് ഞാൻ ഈ വില്ലൻ ചെയ്യുന്നത് അതൊക്കെ എനിക്കൊരു പേടിയായിരുന്നു. ഗൗരവമുള്ള ഒരു വില്ലൻ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു മൂവി കൂടെയാണ് ഈ ഓപ്പറേഷൻ ഒളിപ്പോര്. ഇതിന്റെ ഔട്ട് ഇത്ര നല്ല വ്യക്തമായിട്ട് കിട്ടിയതിന്റെ ഒരു ക്രെഡിറ്റ്സ് ഈ 3 പേർക്കുമാണ് അല്ലേ? പിന്നെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. അതായത് നമ്മളെ ഞാൻ തന്നെ ഡെബ്യൂട്ടൻ്റായിരുന്നു, ഫസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി. അവര് മാത്രമല്ല നമ്മളെ ഫുൾ ക്രൂ അടിപൊളിയാണ്. അതെ, ഇതിന് പൈസ ഒന്നുമില്ല, അറിയാലോ ഇന്റർവ്യൂ ചെയ്യണേ. സ്ക്രീനിൽ വെച്ച സമയത്ത് എനിക്ക് തന്നെ അറിഞ്ഞൂടാത്തവർ തന്നെ വന്നിട്ട് കുറേ പേര് പറഞ്ഞു ചേട്ടാ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. ഇതിലൊരു വേഷം കിട്ടിയത് തന്നെ സത്യം പറഞ്ഞാൽ വലിയ അത്ഭുതമായിട്ടാണ് തോന്നിയത്. ഞാൻ ഒരു മൊബൈലിൽ ഒരു ടിക്ടോക്ക് പോലും ചെയ്തിട്ടില്ലാത്ത വ്യക്തിയാണ്. ഫുൾ ക്രെഡിറ്റ് അക്ഷയ് സോണി ടീമിന് ഇട്ട് കൊടുക്കുകയാണ്. ലൈറ്റൊക്കെ നല്ല രീതിക്ക് പോയുള്ള കുറേ സീനുകളുണ്ട്. ഒട്ടും നമുക്ക് ലൈറ്റ് ഇല്ലാത്ത സീന്. അപ്പോഴത്തേക്കും അക്ഷയേട്ടാ ഇത്രയും ലൈറ്റേ കിട്ടുന്നുള്ളൂ, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ ഓപ്ഷൻ ഇല്ല, ഇത് നമുക്ക് ഇന്ന് എടുത്താലേ പറ്റും. ശരി എടുക്ക. ഞാൻ എന്തെങ്കിലും ചേട്ടാ അത് പറ്റുന്നില്ല അല്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞാലും എടാ അത് ഇപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ പറഞ്ഞാൽ എന്നെ പെട്ടെന്ന് ഡൗൺ ആക്കത്തില്ല. കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ആ ഒരു ഇത് കിട്ടും. അപ്പം എനിക്ക് വീണ്ടും വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കിട്ടും. പലരും എല്ലാവരും സിനിമാറ്റോഗ്രാഫി നല്ല പ്രോപ്പർ പ്രൊഫഷണൽസ് ചെയ്ത വർക്ക് പോലെയാണെന്നാണ് പറയുന്നത്. സിനിമയുടെ വർക്ക് പോലെ തന്നെയാണ് എന്നാണ് ആൾക്കാർ പറയുന്നത്. എന്നാൽ ശരിക്കും ഇത് എല്ലാവരുടെയും ഒരു ഡെബ്യൂട്ട് വർക്കാണെന്ന് തന്നെ പറയാം, ഒരു ഇത്രയും ലാർജ് സ്കെയിലിൽ ഫിലിം ചെയ്തതിൻ്റെ. എന്നാൽ അത് ഒരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്, ഫാൻഡം എന്നാണ് പേര്. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഞാൻ ഓർക്കുന്നു. എന്തായാലും ഇത്രയും നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയത് എല്ലാവരും കണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഇനിയും അടുത്ത പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അക്ഷയും സോണി എല്ലാം. പിന്നെ അക്ഷയും സോണിയും തന്നെ നമ്മളെല്ലാരും കൈവലിച്ച് എടുക്കുന്നുണ്ട്. ഏകദേശം ഇപ്പം 2 ലക്ഷത്തോളം ആൾക്കാർ യൂട്യൂബിൽ തന്നെ നമ്മുടെ പടം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലായിടത്തും നല്ല അഭിപ്രായം തന്നെയാണ് വരുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് വളരെ ചുരുക്കമാണ്. നമുക്ക് പ്രൊഡക്ഷൻ ഒരു സൈഡ് മാനേജ് ചെയ്യണം, അതിനുശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ. നമ്മൾ 3 പേരും വർക്കിംഗ് ആണ്. നമ്മൾ 3 പേരും ഒരുമിച്ചിരുന്നാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മനുവാണ് മെയിൻലി ഹാൻഡ്സ് ഓൺ എഡിറ്റിംഗ് ചെയ്യുന്നെങ്കിൽ പോലും നമ്മുടെ 3 പേരുടെ തന്നെയാണ് ഇതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അവൈലബിലിറ്റി വെച്ചിട്ടാണ് ഇത് ചെയ്തത്. എന്തോ ഭാഗ്യം കൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ താങ്ക് യു ഓപ്പറേഷൻ ഒളിപ്പോര് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. BTS കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളെപ്പോലുള്ള ഇനിയും ടാലൻസിനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോസ് ഓബിയസ്ലി സപ്പോർട്ട് ചെയ്യണം. നമ്മൾ സിനിമ അല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. ഇതുവരെ എല്ലാവരും കണ്ട എല്ലാവർക്കും നമ്മുടെ നല്ല അഭിപ്രായങ്ങൾ അറിയിച്ച എല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നല്ലൊരു താങ്ക് യു. നമസ്കാരം. ഒത്തിരി സന്തോഷം. എല്ലാവർക്കും സോഡാബോട്ടിൽ ടീമിൻ്റെ ഒരു താങ്ക്സ്. താങ്ക് യു. ആദരണീയമായി.